ചേച്ചിയൊക്കെ ഓടിയിട്ട് ട്രാക്കിൽ വന്നിങ്ങനെ അണച്ചൊക്കെ നിൽക്കുവല്ലേ, ആ ഒരു ലുക്ക് ആട്ടോ എന്റെയൊക്കെ മനസ്സിലിപ്പൊ കിടക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയും ചേട്ടനൊക്കെ എന്റെ മുമ്പിലുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ പിച്ച് നോക്കേണ്ടി വരും, ട്രൂത്ത് ആണോ എന്ന് അറിയാനല്ലേ. എന്തോരം ഫാൻസും ശരിക്കും പറഞ്ഞാൽ പേപ്പറിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടനും ചേച്ചിയും ഒക്കെ ഈ ഫീൽഡിലേക്ക് വരുമ്പോ ഫ്രം ദി സ്റ്റാർട്ടിങ് അതെ എങ്ങനെയാണോ ഇതിലേക്ക് വന്നത്? ശരിക്കും ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമോ വന്നത്? ഭയങ്കര വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് സ്ട്രഗിളിങ് വേണ്ടി വന്നു ഒന്നും നമുക്കറിയാൻ മേല. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? രണ്ടുപേരുടെ എക്സ്പീരിയൻസും പറഞ്ഞു തരാം. എൻ്റെന്ന് പറഞ്ഞാൽ ശരിക്കും തൊടുപുഴ വഴുത്തല എന്ന ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അന്ന് ഇങ്ങനെ ഗ്രൗണ്ടോ പ്രാക്ടീസ് ചെയ്യാനുള്ളതൊന്നുമില്ല. അന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാം ഫാദറിൻ്റെ ബ്രദേഴ്സ് അവരെല്ലാവരും 12 മക്കളാണ്. അതിൻ്റെ മക്കളും എല്ലാവരും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ എനിക്ക് വീട്ടിൽ ചെല്ലണം ഫസ്റ്റിൽ. അങ്ങനെ പിന്നെ പള്ളിയിൽ പോയിട്ടായാലും സൺഡേ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഞാൻ യാക്കോബ സഭ ആണ്. അപ്പോൾ അവിടെ നിന്ന് വീട് വരെ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഓടിയാണ്. അന്ന് ബസ്സൊക്കെ തീരെ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് ആദ്യമേ വീട്ടിൽ ചെല്ലണം. അങ്ങനെ ഒരു എന്താ പറയാ, കുട്ടിത്തം പോലെ എല്ലാരെക്കാട്ടിലും മുന്നിൽ എത്തണം എന്നുള്ളൊരു വാശിയിൽ ചേച്ചി എത്തിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിയെന്നുള്ളത് പറയാനായിട്ടാണ്. പക്ഷെ ചേച്ചിയുടെ ഉള്ളിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടോ? അതോ ചേച്ചി ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഈ കൊച്ചിന് നടക്കാൻ അറിയാൻ മേല, ഓടാനേ അറിയത്തുള്ളൂ? ശരിക്കും ഈ ഒരു ഓട്ടക്കാരിയെ ട്രാക്കിലേക്ക് എത്തിച്ചതാരാ? സ്കൂളിൽ നിന്ന് ആദ്യമേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇങ്ങനെ തൊടുപുഴ ഡിസ്ട്രിക്ട് മീറ്റിന് കൊണ്ടുപോയി. അങ്ങനെ പ്രൈസ് വന്നു. പിന്നെ പേരൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ്, ഫാദറിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് സ്പോർട്സ്. എൻ്റെ ഫാദറിൻ്റെ അനിയനും തോമസ് കെ.പി. ദ്രോണാചാര്യ തോമസ് മാഷ്. അപ്പം പിന്നെ ഫാമിലിക്കെല്ലാം സ്പോർട്സ്. കാരണം ഞാൻ മാത്രം സ്പോർട്സിൽ വന്ന ആ സമയത്ത്. അപ്പോൾ സ്കൂളിലൊക്കെ ആനിവേഴ്സറി ടൈമിലൊക്കെ എല്ലാവരും പഠിത്തത്തിനാണ് ബെസ്റ്റ് പ്രൈസ് വരുന്നവരുണ്ട്, എനിക്ക് മാത്രം സ്പോർട്സിൻ്റെ. അങ്ങനെ അപ്പോൾ ചേച്ചി സ്പോർട്സിൽ അപ്പോൾ സ്കൂളിലേക്ക് സകല എല്ലാ സ്പോർട്സിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചേർന്നു. പക്ഷെ ഇത് ചേച്ചി സീരിയസ് ആയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് അതില്ല കാര്യമായിട്ട് ഈ കുട്ടിയിൽ കഴിവുണ്ട്, അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പരിശീലിപ്പിച്ച് ഫുൾ സപ്പോർട്ടോടുകൂടി ഇറക്കണം എന്ന് തോന്നിച്ച വ്യക്തി ആരാ? അങ്ങനെയല്ല, എന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിന് പോയി നാഷണൽ സെലക്ഷൻ കിട്ടി. അപ്പം അങ്ങനെ നാഷണൽ സെലക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് സ്പോർട്സ് ഡിവിഷനിൽ എല്ലാ പിള്ളേരെയും പ്രാക്ടീസ് ചെയ്ത പിള്ളേരെ എല്ലാവരെയും ബീറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് നാഷണൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അങ്ങനെ എന്നെ ഫാദർ സ്പോർട്സ് ഡിവിഷനിൽ കൊണ്ടാക്കി, കോട്ടയത്ത് സ്പോർട്സ്. അങ്ങനെ അവിടെ ട്രെയിനിങ് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. അങ്ങനെ അപ്പോൾ ചേച്ചി ഇത്രയും വരെ എത്തി. ഇനി അടുത്ത ചേട്ടനോട് ചോദിക്കട്ടെ. ചേട്ടൻ്റെ സ്ഥലം പാലായിലല്ലേ? ഓക്കെ. അവിടുന്ന് ശരിക്കും ചേട്ടാ ഈ പറഞ്ഞ പോലെ ഇതേപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ചേട്ടൻ്റെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ നീന്താൻ എവിടെ? മീനച്ചലാറ് മാത്രമല്ലേ ഉള്ളൂ? ഞങ്ങളുടെ വീട് തൊട്ട് മീനച്ചലാറിന്റെ മുന്നിലാണ്. അവിടെയാണോ നീന്തൽ പഠിച്ചത്? വീടിന്റെ തൊട്ട് മുന്നിലാണ് മീനച്ചലാറ്. അവിടാന്നോ നീന്തൽ പഠിച്ചത്? ആറ്റിലാന്നോ? അല്ലോ, അത് കഥയൊക്കെ ഒന്ന് പറഞ്ഞേ. അതിപ്പോ എന്റെ ചേട്ടാ പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങള് അക്കരെ ഇക്കരയായിട്ട് പിള്ളേർ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ റിലേ പോലെ നീന്തിക്കുമായിരുന്നു. അപ്പൊ സാധാരണ നീന്തലാണ്, സ്റ്റൈലൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 5 പേരുണ്ട്. അപ്പോൾ 4 പേര് വെച്ചുള്ള റിലേ പോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ചാൻസ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ചേട്ടന് അസുഖമായി, അങ്ങനെയാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അപ്പം എൻ്റെ കൂടെ നീന്തി വെച്ച് ഞാൻ ഒത്തിരി നല്ല ഡിസ്റ്റൻസ് തോപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്ഥിരമായി. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ കേരള സ്പോർട്സ് കൗൺസിൽ ഞങ്ങളുടെ ഒരു വത്സകുമാർ സാർ വന്നായിരുന്നു. അവിടെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പോസ്റ്റിംഗ് അവിടെയായിരുന്നു. അപ്പോൾ സ്കൂളിൽ വന്നെല്ലാം ഈ പിള്ളേരെ കിട്ടാത്തതുകൊണ്ട് സ്കൂളിൽ വന്നൊക്കെ ചോദിച്ചു നീന്തൽ അറിയാവുന്ന പിള്ളേരുടെ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈപൊക്കി. അപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ ഒരു കുളമുണ്ട്, അതായത് അവിടെ കണ്ടത്തിലേക്കൊക്കെ വെള്ളത്തിന് ആവശ്യമായിട്ട് അന്ന് മഴക്കാലത്ത് നിറച്ചിടും. പിന്നെ വർഷം ഫുൾ അങ്ങനെ കിടക്കും. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ കോച്ചിങ് കിട്ടിയത്. അത് കഴിഞ്ഞാൽ ആ വർഷം തന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് വാട്ടർ വർക്ക് സിമ്പിളിൽ സബ് ജൂനിയർ മീറ്റ് നടന്നു. അന്ന് എനിക്ക് 10 ഇവൻ്റ് സാർ എന്നെ ഇട്ടു. ഞാൻ അതിൽ 9ലും ഫസ്റ്റ് വന്നു. അതെ, അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽസ് പോയി. അപ്പോൾ ഈ പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ 10-15 വയസ്സുള്ള പിള്ളേർ. അപ്പോൾ ഞാൻ 10 വയസ്സ് താഴെയുള്ളവരെ ഇറങ്ങിയത്. അന്ന് ഇതുപോലെ മീശയുള്ള പിള്ളേരൊക്കെ എൻ്റെ കൂടെ വന്നു. അപ്പോൾ അവരെ കണ്ടപ്പോഴേ പേടിച്ചു പോയി. അങ്ങനെ ആ സമയത്തൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇനി വെള്ളമൊക്കെ മോശമായിട്ട് എനിക്ക് അസുഖങ്ങൾ വന്നു. ഈ ഫിൽട്രേഷൻ ഒന്നുമില്ലേ, ഒരു വർഷം കിടക്കുന്ന ഈ പായലും
അതിനകത്താണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ പായലിങ്ങനെ ഒരു 2-3 ഇഞ്ച് കലത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും ഫുള്ള്. അപ്പോൾ ഞങ്ങൾ ഈ തോർത്തുകൊണ്ടൊക്കെ വാരി കരക്കിട്ട് എന്നാലും വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി. അപ്പോൾ എനിക്കത് അസുഖം വീസിങ്ങായി. അപ്പോൾ ഒരാഴ്ച ആശുപത്രിയിലാണ്, 2 ആഴ്ച നീന്താൻ പറ്റിയെങ്കിൽ ഒരാഴ്ച ആശുപത്രി പോകണം. അങ്ങനെ 2 വർഷം അങ്ങനെ കിടക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ തന്നെത്താൻ പിന്നെ ആറ്റിൽ പ്രാക്ടീസ് കുറേ ചെയ്തു. അങ്ങനെ പിന്നെ സ്റ്റേറ്റിൽ പിന്നെയും ഫസ്റ്റ് വന്നു. അങ്ങനെ ഞാൻ മോഡൽ സ്കൂളിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു അല്ലേ? ശരിക്കും ഡോക്ടർമാരൊക്കെ പറഞ്ഞു എന്നെ നീന്തൊന്നും വേണ്ട, നീന്തി കഴിഞ്ഞാൽ ആള് വഴിയായി പോകുന്നു. എന്നിട്ട് ഞാൻ വാശിക്ക് വഴക്കുണ്ടാക്കിയൊക്കെ ആറ്റിൽ അമ്മയൊക്കെ അറിയാതെ നീന്തുമായിരുന്നു. ഓ അത് ശരി. അപ്പൊ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അതൊരു വാശി എന്തുവായിരുന്നു? ആവണം, സ്വിമ്മർ ആവണം. ഞാൻ ഈ നാഷണൽ ചാമ്പ്യൻ്റെ ഒക്കെ ഫോട്ടോ അന്നൊക്കെ ആ സമയത്ത് പത്രത്തിൽ വരുന്നതിൽ ഒട്ടിച്ച് അവരെ പോലെ ആവണമെന്ന് അന്നേ ആഗ്രഹമുണ്ട്. ഓ അത് ശരി. അപ്പൊ ഒരു റോൾ മോഡൽ ഉണ്ട്. ആരായിരുന്നു ചേട്ടന് ഒരു മനസ്സിലൊരു റോൾ മോഡൽ? അന്ന് ഞാൻ എൻ്റെ ഐറ്റം ബാക്ക് സ്ട്രോക്ക് ആയിരുന്നു മെയിൻ ഇവന്റ്. അപ്പോൾ അന്നത്തെ ഒരു നാഷണൽ ചാമ്പ്യൻ ഉണ്ട്, ഒരു അസീസ് ദാസ് എന്ന് പറഞ്ഞിട്ട് ബംഗാളി. പുള്ളി 7 വർഷം ചാമ്പ്യനായിരുന്നു. അപ്പോൾ ഞാൻ 9 പഠിക്കുമ്പോൾ അയാളെ തോപ്പിച്ചു. അപ്പൊ ശരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, ആ ബംഗാളിയായിട്ട് തോപ്പിക്കാൻ സമയത്ത് ചേട്ടന്റെ ഉള്ളിൽ ആ പുള്ളിയെ കണ്ടപ്പോ എന്തുവായിരുന്നു മനസ്സിലായത്? അദ്ദേഹം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ തോപ്പിക്കണമെന്നുണ്ട്. അന്ന് എനിക്കും വാശി ഉണ്ടായിരുന്നു. എന്നിട്ട് 2 ഇവന്റിനും അയാളെ തോപ്പിച്ചു, 100-200 മീറ്റേഴ്സ്. ഓ അല്ലേ, അതൊക്കെ ഒരു എയിമിൽ എത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു, ചേച്ചിയും ചേട്ടനായാലും നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് സ്പോർട്സിന് വേണ്ടിയിട്ട്? ഞങ്ങൾ രണ്ടുപേരും 82 ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, പിന്നെ 84 സൗത്ത് ഏഷ്യൻ ഗെയിംസിനുണ്ട് അന്ന് കാഠ്മണ്ഡു വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ 86 ഏഷ്യൻ ഗെയിംസിന്. അപ്പോൾ 84 സൗത്ത് ഗെയിംസിനാണ് ഷൈനി ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞത്. ഇവിടെ ഒരാൾ വരട്ടത് ഷൈനിയോ? ചേട്ടാ സത്യം പറഞ്ഞേ, അതൊന്ന് കേക്കട്ടെ. ആ കഥ കേട്ടിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നുള്ളൂ. ഒന്ന് പറഞ്ഞേ. നിങ്ങളെ പോലെയൊക്കെ തന്നെ. നിങ്ങളെ പോലെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഞങ്ങൾക്കിത് കേൾക്കണം. പറഞ്ഞേ. അന്ന് ഞങ്ങളുടെ ഒരു ജേക്കബ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇതേ ഒളിമ്പിക്സ് കഴിഞ്ഞ അടുത്ത മീറ്റാണ് സൗത്ത് ഗെയിംസ്. അന്നേരം പുള്ളിയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഷൈനിയോട് അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഷൈനി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു വീട്ടിലേക്ക് ആലോചിച്ചിട്ട് കെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണ് ഷൈനിയുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മറുപടി ആ ഫ്രണ്ട് വഴി വന്നു. ഒരാഴ്ച എടുത്തു ചേച്ചി ഇഷ്ടപ്പെടുന്നത്? ഒരാഴ്ചയൊക്കെ ഉള്ളിലേ തരുള്ളൂ സമയം കൊടുത്തത്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നല്ലതാണെങ്കിൽ ദൈവം എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചു. അതെ, ചേച്ചിക്ക് നല്ലതാണ് ദൈവം തമ്പുരാൻ തരട്ടെ. അതെ, അതാണ് ചേച്ചിക്ക് യോജിച്ച ആളെ തന്നെ ദൈവം തമ്പുരാൻ തന്നെ. ആ ഒരാഴ്ച അല്ലേ ചേച്ചി? ഓക്കെ. പിന്നെ ചേച്ചി അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി 92-ലാണോ ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യനെ ഹോസ്റ്റ് ചെയ്ത ഒളിമ്പിക്സിന് ക്യാപ്റ്റൻ, ഫസ്റ്റ് വിമൻ ക്യാപ്റ്റൻ ഒളിമ്പിക് ടീമിന്റെ. എനിക്ക് എന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ ചേച്ചി സാരി ഉടുത്തോണ്ട് വന്നപ്പോ അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി സാരി ഉടുത്തിട്ടാന്ന് തോന്നുന്നു ഹോസ്റ്റ് ചെയ്തത്. അത് ശരിക്കും എനിക്ക് ആ ചേച്ചി ആ ഹോസ്റ്റ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. നമ്മുടെ ഇന്ത്യ വരുമ്പോൾ തന്നെ ബീങ് ആൻ ഇന്ത്യൻ അല്ലേ, നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നും. ചേച്ചിയുടെ ഒരു ഇത് പറഞ്ഞ ആ നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തല്ലേ നമ്മൾ പോകുന്നത്, ചേച്ചി പറയും. ഇല്ല, ഒളിമ്പിക്സിൻ്റെ അതെൻ്റെ 3ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പം ഏറ്റവും സീനിയർ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാപ്റ്റൻ ഒളിമ്പിക് ടീമിൻ്റെ, അത് ഫസ്റ്റ് വിമൻ ക്യാപ്റ്റൻ ഒളിമ്പിക്കിൻ്റെ, അങ്ങനെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള ഫസ്റ്റ് ലേഡി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ട് പോവുക, അതൊരു എന്നാ പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ട് ലൈഫിലെ ഏറ്റവും വലിയ. അപ്പം അവിടെ അതിനു മുമ്പ് നമ്മളെ വേറൊരു സ്റ്റേഡിയത്തിൽ കൊണ്ടിരുത്തും എല്ലാവരെയും അവിടെ. അപ്പം നമ്മൾ എല്ലാവരും ഞാൻ ഫ്ലാഗ് കരുതിച്ച് പിടിച്ചുകൊണ്ട് നിന്നപ്പം എല്ലാവരും വന്ന് ചോദിക്കും, ഓ ഇന്ത്യ ലേഡീസ് ക്യാരിങ് ദ ഫ്ലാഗ് എന്നൊക്കെ. ഒത്തിരി പേര് വന്ന്, നമ്മൾ സാരിയിലല്ലേ, അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. ഭയങ്കര അപ്പോൾ എല്ലാവർക്കും വേറെയുള്ള കൺട്രിയിലെ ആൾക്കാരെല്ലാം വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോവുക. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് പോകും, സ്റ്റേഡിയത്തിൻ്റെ അകത്ത് പോകുമ്പോൾ ഷൈനി വിൽസൺ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പം വേറൊരു വേൾഡ് പോലെ തോന്നി. ഭയങ്കര ഗൂസ് ബംസ് വരും അല്ലേ അതൊക്കെ കേൾക്കുമ്പോ? ഇല്ലടോ, ഭയങ്കരമായിട്ട് വരുടോ. ഇപ്പൊ ചേച്ചി പറയുമ്പോ തന്നെ ഞാനൊക്കെ അങ്ങ് പോയി. അവിടെ ശരിക്കും ആ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്നാ അല്ല ഒരു സ്പിരിറ്റാ. മാത്രമല്ല നെഞ്ച് വിടർത്തി നമുക്ക് ആ ഫ്ലാഗ് പിടിക്കാൻ തന്നെ ഒരു അഭിമാനമാണ് ശരിക്കും.